വീണയുടെ കൈപിടിച്ച് കാറിലേക്ക് കയറുമ്പോൾ അവൾ ടെൻഷനോടെ വീണയൊന്ന് നോക്കി. എന്തിനാണ് ടെൻഷൻ? നിനക്കറിയാവുന്ന നിന്റെ കെട്ടിയോൻ തന്നെയല്ലേ നിന്നെ വീണ്ടും കെട്ടാൻ പോകുന്നത്? പിന്നെ എന്തിനാ? എന്നാലും എന്തോ എനിക്കറിയില്ലടി, ആകെ ഒരു വെപ്രാളം. ഒരെന്നാലുമില്ല, നീ കയറിക്ക്, സമയം പോകുന്നു. വീണ അവളെ പതിയെ അകത്തേക്ക് കയറ്റിവിട്ടു. ഡോറടച്ച് അവളും മറ്റു സൈഡിൽ വന്ന് കയറിയിരുന്നു. ഒരേ വീട്ടിൽ നിന്ന് പെണ്ണും ചെറുക്കനും ഇറങ്ങുന്നത് ശരിയല്ലാത്തതുകൊണ്ട് 2 ദിവസമായി ഭദ്ര ശിവൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു വീട്ടിലാണ്. ആർക്കും അങ്ങനെ അവൾ ശിവൻ്റെ കൂടെയുള്ള കാര്യമൊന്നും അറിയാത്തതുകൊണ്ട് കൂടി കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയത്. ശിവന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നെങ്കിലും ഭദ്ര അതിനോട് യോജിച്ചിരുന്നു. പിന്നെ അവനായി എതിർപ്പൊന്നും പറയാനും നിന്നില്ല. അവളോടായിരിക്കുമല്ലോ കാണുന്നവർ ഓരോന്ന് ചോദിക്കുന്നത്. നല്ലൊരു ദിവസം അങ്ങനെയൊരു ബുദ്ധിമുട്ട് വേണ്ടെന്ന് കരുതിക്കൂടിയാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. കാറ് നീങ്ങിത്തുടങ്ങിയതും അവൾക്ക് ദൂരം കൂടുന്നതനുസരിച്ച് വല്ലാത്ത വെപ്രാളമായി. ഒന്നാമത് സ്വന്തം കല്യാണം, അതും അവിടെ നിറയെ ആളുകളുണ്ടാവും. എല്ലാവരുടെ ഇടയിൽ താനായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ. അമ്പലത്തിന് പുറത്ത് കാറ് ചെന്നതും ഭദ്ര നെഞ്ചിൽ കൈവച്ച് ശ്വാസമൊന്ന് വലിച്ചു വിട്ടു. നീ പേടിക്കാതിറങ്ങും. അവൾ പറഞ്ഞു കഴിയും മുന്നേ ആരൊക്കെയോ ഭദ്രയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഡോറ് തുറന്ന് അവർക്കൊപ്പം പോകുമ്പോൾ അവളുടെ ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത്രയും വേഗം ശിവൻ്റെ അടുത്ത് എത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ കൂടെ ഈ സമയത്ത് ഉണ്ടാവേണ്ട ആരും തന്നെയില്ല. ബന്ധുക്കളെന്ന് പറഞ്ഞവർ ആരും അങ്ങനെയാണെന്ന് ഇപ്പോൾ തോന്നാറുമില്ല. വെറുതെ ഓരോ പ്രഹസനം അല്ലാതെ അവരൊക്കെ എന്തിനു വന്നതാണ്? അമ്പലത്തിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പകുതി പേരും ഓഡിറ്റോറിയത്തിലേക്കാണ് പോയിരിക്കുന്നത്. താലികെട്ട് അവിടെ വെച്ച് നടത്തിയിട്ട് അങ്ങോട്ട് പോകാനാണ്. ശിവനെ കാണാനായി അവളുടെ മനസ്സ് തുടിച്ചുകൊണ്ടിരുന്നു. തന്നെ ഈ വേഷത്തിൽ അവൻ കാണുമ്പോഴുള്ള അവൻ്റെ മുഖത്തെ ഭാവങ്ങൾ അറിയാൻ അവൾക്ക് ആകാംക്ഷയേറി. തന്നെ കാറിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നവർ ആരുടെയോ അടുത്ത് കൊണ്ടു നിർത്തിയതും ഭദ്ര പതിയെ തലചിരിച്ച് അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി. തൻ്റെ നോട്ടവും കാത്തു നിന്നവൻ്റെ കണ്ണുകളിൽ ഒരു നിമിഷം അവളുടെ നോട്ടം ചെന്നതും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. അവളെ കണ്ടതിൻ്റെ സന്തോഷം അവൻ്റെ മുഖത്തുണ്ട്. പ്രാർത്ഥന നടക്കുന്നതിൽ ഒന്നുമായിരുന്നില്ല രണ്ടുപേരുടെയും ശ്രദ്ധ. അവളെ ഇങ്ങനെയൊരു രൂപത്തിൽ അവൻ ആദ്യമായി കണ്ടതുകൊണ്ട് തന്നെ കണ്ണെടുക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു അവന്. അവളെ അത്രത്തോളം ഇഷ്ടത്തോടെ കുറേ നേരം നോക്കി നിന്നുപോയി. പലരും അത് കണ്ടവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എത്രയും വേഗം അവളെ താലി കെട്ടി അവളെയും കൊണ്ടുപോകണമെന്ന് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. അവരുടെ മാത്രമായ ലോകത്തേക്ക് അവളെയും കൊണ്ടുപോകണം. അവിടെ അവൾക്കായി ഒരു സ്വർഗം തന്നെ ഒരുക്കണം. ഇത്രയും നാളും ആർക്കും കൊടുക്കാതെ ആരോടും കാണിക്കാതെ കൊണ്ട് നടന്ന സ്നേഹമൊക്കെ അവളോട് മാത്രം പ്രകടിപ്പിക്കണം. ശിവ, നേരെ നോക്കടാ. അടുത്ത് നിൽക്കുന്ന അമ്മ പതിയെ അവനെ തട്ടിപ്പറഞ്ഞതും ശിവൻ പെട്ടെന്ന് മുഖം മാറ്റി. ഭദ്രയൊരു ചമ്മലോടെ നേരെ നിന്നു. ഇനിയും നോക്കാൻ ഒരുപാട് സമയം കിടക്കുമല്ലേ? തൽക്കാലം നീ ഒന്ന് അടങ്ങ് ശിവ. ഇന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസം ഇതുപോലെ ഇനി ഒരിക്കലും നിങ്ങൾക്ക് രണ്ടുപേർക്കും തിരികെ കിട്ടില്ല. അതോർത്ത് ഇതിൽ പൂർണ്ണ ശ്രദ്ധയോടെ നിൽക്കു ശിവ. അവൻ്റെ മനസ്സ് തന്നെ അവനോട് പറഞ്ഞതും ചെറിയൊരു ചിരിയോടെ അവൻ ചടങ്ങുകളിൽ ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ അവൾക്ക് ധൈര്യം കൊടുക്കും പോലെ അവളുടെ കയ്യിൽ ചെറുവിരൽ കൊണ്ട് തോണ്ടി അവളെ ഉണർത്തും. ആ നിമിഷം അവൾ അവനെയൊന്ന് നോക്കും. ശരിക്കും ഭദ്രയ്ക്ക് അതൊരു ധൈര്യം തന്നെയായിരുന്നു. പൂജിച്ച താലി ശിവൻ്റെ കയ്യിലേക്ക് എടുത്തു കൊടുത്തതും അവൻ്റെ കൈകൾ ആദ്യമായി ഒന്ന് വിറച്ചു. ശിവൻ്റെ അച്ഛനും അമ്മയും അത് കാണുകയും ചെയ്തു. അവർക്ക് ചിരി വന്നെങ്കിലും ഒരുവിധം പിടിച്ചു നിന്നു. എല്ലാവരും ഇതുതന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട്. എനിക്ക് താലി കെട്ടാൻ പേടിയോ? ഒന്ന് പോയേ. എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ലെന്ന് നിങ്ങൾക്കൊന്നും ഇതുവരെ മനസ്സിലായില്ലേ? ഇത്തിരി പോന്ന ഒരു ചരട്, അതും ആരെങ്കിലും എടുത്ത് കയ്യിലേക്ക് തരുവല്ലേ? അത് ഇവളുടെ കഴുത്തിലേക്ക് കെട്ടുന്നു. എളുപ്പമുള്ള പണിയല്ലേ? അതിന് എന്തിനാ ഇത്ര ടെൻഷൻ? എണ്ണും കത്തിയും ഒരേ സമയം പിടിച്ചിട്ടുള്ള എനിക്കെന്തിനാ ഈ ഒരു ചെറിയ ചരടിനോട് ഇത്രയും പേടി? ഇന്നലെ ശിവൻ പറഞ്ഞത് ചന്ദ്രികയുടെ മനസ്സിലേക്ക് വന്നതും അവർ പൊട്ടി വന്ന ചിരി കടിച്ചു പിടിച്ചു. എങ്ങനെയൊക്കെയോ അവൻ താലി കെട്ടിയെന്ന് പറയാം. കൈകളുടെ വിറയൽ അപ്പോഴും മാറിയിട്ടില്ല. അവന് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. ഇങ്ങനെയൊക്കെ, അതും തനിക്ക്. താലികെട്ട് കഴിഞ്ഞതും ശിവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു. ഭദ്ര ഒരു നിമിഷം ഞെട്ടലോടെ തല കൊനിച്ചു. താലി കെട്ടിയ സന്തോഷത്തേക്കാൾ എല്ലാവരും അവൻ ഉമ്മ വെക്കുന്നത് കണ്ടല്ലോ എന്നുള്ള ചിന്ത അവൾക്ക് നാണം തോന്നി. പലരും അവൻ്റെ പ്രവൃത്തി കണ്ട് അതിശയത്തോടെ അവരെ തന്നെ നോക്കി. ചിലരൊക്കെ ശിവനെ കളിയാക്കുന്നുമുണ്ട്. മസിലും പിടിച്ചു നിന്നവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഭദ്രയുടെ കുടുംബക്കാർക്ക് വന്നപ്പോൾ തൊട്ട് തോന്നിയ അസൂയ ഒരല്പം കൂടി കൂടിയെന്ന് പറയാം. അവൾക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്നൊരു ചെറുക്കനോ? ഇതെങ്ങനെ സംഭവിച്ചു എന്നായിരുന്നു പലർക്കും സംശയം. അവൻ്റെ കുടുംബത്തിലും പല പല മുറുമുറുക്കുകൾ ഈ കല്യാണത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നെങ്കിലും ശിവനും കുടുംബവും അതൊന്നും കാര്യമാക്കിയില്ല.
രാജിയും കുടുംബവും കല്യാണത്തിന് വരാതിരുന്നത് പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിൽ തന്നെ പലർക്കും അറിയാവുന്ന കാര്യമായിരുന്നു ധന്യയെ ശിവന് വേണ്ടി ഇരു വീട്ടുകാരും പറഞ്ഞു വച്ചത്. അതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് ശിവൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുവാണെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും പല സംശയങ്ങൾ വന്നെങ്കിലും ആരും ഒന്നും കൂടുതൽ ചോദിക്കാൻ പോയില്ല. അവസരം പോലെ കാര്യങ്ങൾ അറിയാമെന്ന് കരുതി എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ ശിവൻ്റെ കല്യാണം കൂടാനെത്തിയിരുന്നു. താലികെട്ട് കഴിഞ്ഞതും ഭദ്രയ്ക്ക് ശ്വാസം നേരെ വീണതുപോലെ തോന്നി. എല്ലാ അർത്ഥത്തിലും അവൻ തനിക്ക് സ്വന്തമായിരിക്കുന്നു. ആ ചിന്ത തന്നെ അവളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ബഹളവും ഒരു പരിചയവുമില്ലാത്ത ആളുകളെയും എല്ലാം കൂടി കണ്ടതും അവൾ അത്രയ്ക്ക് പേടിച്ചിരുന്നു. ഇനി ഓരോരുത്തരുടെ ചോദ്യങ്ങളുണ്ടാവും. അതേപ്പറ്റി നേരത്തെ തന്നെ വീട്ടിൽ എല്ലാവരും കൂടിയിരുന്ന് സംസാരിച്ചിരുന്നു. ഭദ്രയുടെ അച്ഛനെയും അമ്മയുമൊക്കെ മരിച്ചുപോയെന്ന് തന്നെയായിരുന്നു എല്ലാവരോടും പറഞ്ഞത്. ശിവൻ്റെ ഓഫീസിൽ അവൻ്റെ എംപ്ലോയിയായി അവൾ ഇതുവരെ വർക്ക് ചെയ്യുമായിരുന്നെന്നും അവളെ കണ്ട് ശിവന് ഇഷ്ടമായി അതൊരു വിവാഹത്തിൽ എത്തുകയായിരുന്നെന്നുമാണ് ചോദിച്ചവരോടൊക്കെ പറഞ്ഞത്. അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതും അവർ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത്. ശിവനെയും ഭദ്രയെയും നേരത്തെ തന്നെ പറഞ്ഞു വിട്ടിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾക്കുള്ള അവസരം കൊടുക്കാതെ ഭദ്രയെ രക്ഷപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഒന്നാമത് ടെൻഷൻ അടിച്ച് നിൽക്കുന്നവളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അവളുടെ മാനസികാവസ്ഥ കൂടുതൽ തളർന്നു പോകും. അവരങ്ങ് മാറിയപ്പോൾ തന്നെ ആളുകൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതേതാ ഈ പെണ്ണെന്ന് തുടങ്ങി ധന്യയെ അവൻ ഒഴിവാക്കിയതുവരെ അവിടെ സംസാരമായി ഉയർന്നു വന്നിരുന്നു. പലരും അതിന് അവർക്ക് തോന്നുന്ന ഉത്തരങ്ങൾ കണ്ടെത്തി മറ്റുള്ളവരോട് പറഞ്ഞും സമാധാനം കണ്ടെത്തി. രണ്ടാളും ഒരുമിച്ചാണ് സ്റ്റേജിലേക്ക് കയറിയത്. അമ്പലത്തിൽ വെച്ചുള്ള ഫോട്ടോ എടുപ്പൊക്കെ കുറവായിരുന്നു. ഇവിടെ വന്നിട്ട് കുറച്ചുകൂടി സൗകര്യത്തിൽ എടുക്കാമെന്ന് കരുതി കുറച്ചെടുത്തിട്ട് പോരുകയായിരുന്നു. സ്റ്റേജിലേക്ക് കയറിയപ്പോൾ തന്നെ ശിവൻ്റെയും ഭദ്രയുടെയും ബന്ധുക്കൾ അവരെ തന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങിയിരുന്നു. ശിവൻ്റെ ബന്ധുക്കൾക്ക് പെണ്ണിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവരത് സന്തോഷത്തോടെ പറയുന്നുണ്ട്. ബാക്കി ചിലർ കുറ്റവും. ഭദ്രയുടെ ബന്ധുക്കൾ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവൾക്ക് കിട്ടിയ സൗഭാഗ്യം കണ്ട് കണ്ണുകടി മൂത്ത് ഇരിക്കുമായിരുന്നു എല്ലാം. ഭദ്രയ്ക്ക് അതവിടെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പക്ഷേ പുച്ഛമായിരുന്നു. എന്തൊരു ആളുകളാണ്! അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പാവം പെണ്ണിനെ അനുഗ്രഹിക്കേണ്ടതിന് പകരം അവരുടെയൊക്കെ പെരുമാറ്റം അവളുടെ ഉള്ളിൽ വേദന തോന്നിയിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഒന്നിൻ്റെ പേരും താൻ കരയില്ലെന്നും വേദനിക്കില്ലെന്നും കൂടി അവൾ മനസ്സിൽ ഉറപ്പിച്ചാണ് നിൽക്കുന്നത്. ആരൊക്കെയോ വരുന്നും മിണ്ടുതും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നുമൊക്കെയുണ്ട്. ആരാണെന്ന് പോലും അറിയില്ലെങ്കിലും എല്ലാവരോടും നല്ല രീതിക്ക് തന്നെ ഭദ്ര ഇടപഴകി. ശിവനെ ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ തേടി ചെല്ലുന്നുണ്ടായിരുന്നു. കാറിൽ വെച്ച് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കാണുന്ന പോലെയല്ല, വഷളനാണ്. അമ്പലത്തിൽ നിന്ന് 5 മിനിറ്റ് പോലും ഇങ്ങോട്ടില്ലാഞ്ഞത് നന്നായി, അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞേനെ. ഹോ! അവളൊരു ദീർഘനിശ്വാസത്തോടെ അവനോട് ചേർന്ന് നിന്നു. അടുത്തോ? സ്വന്തം കല്യാണമല്ലേ, ഇന്നിത്തിരി മടുത്താലും സാരമില്ലല്ലേ, ഇനിയിപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവനൊരു കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ചുറ്റിനും നോക്കിയിട്ട് അവനെ കണ്ണുരുട്ടി കാണിച്ചു. മിണ്ടാതെ നിൽക്ക് മനുഷ്യ. അതൊക്കെ ഇന്നലെ വരെ, ഇനിയാണ് മിണ്ടാൻ പോകുന്നത്. നീ എന്താ പറഞ്ഞത്? കല്യാണം കഴിയും വരെ ഒന്നിനും പാടില്ലെന്നല്ലേ? അയ്യോ, അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഭദ്ര എല്ലാവരെയും നോക്കുന്നുണ്ട്. ആരെങ്കിലും കേട്ടാൽ മാനം പോകും. പലരുടെയും കണ്ണുകൾ ഇങ്ങോട്ട് തന്നെയാണ്. ഭദ്ര അവനെ നോക്കാനേ പോയില്ല. പിന്നെ അവനത് മനസ്സിലാവുകയും ചെയ്തു. അവൻ അവളെ പിച്ചുന്നൊക്കെയുണ്ട്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, കഴിക്കാനിരിക്കുന്നു. പെട്ടെന്ന് ഭദ്രയുടെ കണ്ണുകൾ ഒരാളിലേക്ക് മാത്രമായി ചുരുങ്ങി. വേർത്തൊട്ടിയ ഷർട്ടുമായി ആരോടോ സംസാരിച്ച് നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ കണ്ണുകൾ വികസിച്ചു. അവൻ്റെ രൂപവും കോലവുമൊക്കെ അവൾ മൊത്തത്തിൽ നോക്കി. അർജുൻ. അമ്പലത്തിൽ വെച്ച് മിന്നായം പോലെ കണ്ടതാണ്. വീണ ഇടയ്ക്ക് വന്ന് പറഞ്ഞിരുന്നു ഓരോന്നിന് ഓടി നടക്കുവാണെന്ന്. ഒന്നിനും അതിൻ്റെ ആവശ്യമില്ലെങ്കിൽ പോലും അവനത് സ്വയം ഏറ്റെടുത്ത് ചെയ്യുകയാണ്. എൻ്റെ കൂടപ്പിറപ്പാകാത്ത കൂടപ്പിറപ്പായി. അർജുനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. എങ്ങനെ ഒരു കൂടപ്പിറപ്പിനെ തനിക്ക് കിട്ടിയതിൽ ദൈവത്തോട് പോലും അവൾ നന്ദി പറഞ്ഞു. അർജുനെ ഒരു സഹോദരനാണ് ഏതൊരു പെൺകുട്ടിക്കും വേണ്ടത്. അർജുൻ. ശിവൻ ഉറക്കെ വിളിക്കുന്നത് കേട്ടതും ഭദ്രെ അവനെ വിളിക്കാൻ ഉയർത്തിയ നാവ് അകത്തേക്കിട്ടു. അർജുനെ ശിവേട്ടനെ ശ്രദ്ധിച്ചിരുന്നു. ഭദ്രയ്ക്ക് സന്തോഷം തോന്നി. ശിവൻ്റെ വിളി കേട്ടതും അർജുൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവരെ രണ്ടാളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു. അർജുൻ്റെ മുഖത്ത് നല്ല സന്തോഷമാണ്. സ്വന്തം പെങ്ങളുടെ കല്യാണം നടത്തുന്നതിനേക്കാൾ താല്പര്യമായിട്ട് ഒരു കല്യാണം നടത്തുന്നതിൻ്റെ സന്തോഷം. ഇത്ര നാളിനിടയിൽ ഇത്ര സന്തോഷത്തിൽ അവനെ കണ്ടിട്ടില്ല. ഇങ്ങ് വാ. ശിവൻ കൈ കാണിച്ചതും അവൻ അത്രയും നേരം മിണ്ടി നിന്ന ആളോട് എന്തോ പറഞ്ഞിട്ട് അവർക്കടുത്തേക്ക് വന്നിരുന്നു. അവൻ അടുത്തേക്ക് വരും തോറും ഭദ്രയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു വന്നു. പലരും അവരെ മൂവരെയും ഒരുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. വായിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. കഥ കേൾക്കുന്നവർ കമൻറ്റ് ചെയ്യണം. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് വായിക്കുന്നുണ്ട്. സമയം പോലെ മറുപടി ഇടുന്നുണ്ട്.
സ്റ്റോറി അധികം വലിച്ചു നീട്ടാതെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാവരോടും ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം.